മാസാചരണത്തിന് ഇന്ന് തുടക്കം. ക്ഷേത്രങ്ങളും ഭവനങ്ങളും ഇന്നു മുതൽ ഒരു മാസം രാമായണ പാരായണത്താൽ മുഖരിതമാകും. ശരീരവും മനസ്സും ഊർജ്ജസ്വലമാക്കുന്ന കർക്കിടക സുഖചികിത്സയ്ക്കും ഇന്ന് തുടക്കമാകും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ദുരിതം നിറയുന്ന കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിലൂടെ മറികടക്കുക എന്നതാണ് രാമായണ മാസാചരണത്തിനു പിന്നിലെ വിശ്വാസം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം. തോരാമഴയും ഒഴിഞ്ഞ നെല്ലറകളും മൂലം ദുരിതപൂർണമാകുന്ന കർക്കിടകത്തിൽ രാമായണ പാരായണം ഒന്നു മാത്രമാണ് പരിഹാരം എന്ന വിശ്വാസത്തിൽ നിന്നാണ് രാമായണ മാസാചരണം ആരംഭിക്കുന്നത്. ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ. ദുരിതപൂർണമായ ജീവിതത്തിന് ശമനം എന്നതിലുപരി രാമായണ പാരായണത്തിലൂടെ ഓരോ കേരളീയനും മലയാള ഭാഷാ പ്രാവീണ്യം കൂടി ലഭിക്കുന്നു എന്ന പ്രത്യേകതയുണ്ടെന്ന് ഗായകൻ കാവാലം ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്നു. നിരന്തരമുള്ള ഓരോ വർഷമുള്ള ഒരു വായന കൊണ്ട് നമുക്ക് വായനാശീലവും മലയാളത്തോടുള്ള നമ്മുടെ മലയാള ഭാഷയോടുള്ള നമ്മുടെ ഒരു അടുപ്പവും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റും. മലയാള ഭാഷയെ നമുക്ക് നാവിൽ നമുക്ക് വഴങ്ങും. ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം രാമായണമാണ്. രാമായണം കയ്യിലെടുത്ത തൊട്ടാണ് ഞാൻ എന്തെങ്കിലും രണ്ടക്ഷരം രണ്ട് വാചകം പറയാൻ ശീലിച്ചത്. ആയുർവേദ വിധി പ്രകാരമുള്ള 30 ദിനരാത്രങ്ങളുടെ ദൈർഘ്യമുള്ള കർക്കിടക സുഖചികിത്സയും ഇന്നു മുതൽ ആരംഭിക്കും. രാമ 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 രാമ. ന്യൂസ് 18 തിരുവനന്തപുരം. കർക്കിടകമെത്തി. വറുതിയുടെയും രോഗങ്ങളുടെയും കാലമായി കണ്ടിരുന്ന കർക്കിടകത്തെ ഉത്സവമായി സ്വീകരിക്കുകയാണ് മലയാളികൾ. തോഴാമരയുടെ കർക്കിടകത്തോടൊപ്പം വിരുന്നെത്തിയ കലിയനെ കാഴ്ചവട്ടങ്ങൾ ഒരുക്കിയും കലിയവിളക്കുമായാണ് ആളുകൾ സ്വീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മന്നമംഗലത്ത് നിന്നുള്ള കാഴ്ച കാണാം. സൗന്ദര്യവും സംഹാരവും പെയ്തിറങ്ങുന്ന മൺസൂൺ മലയാളത്തിന്റെ ഉർവരതയും പച്ചപ്പും കനുവും കണ്ണീരുമൊക്കെ ഒഴുകിപ്പരക്കുന്നത് ഈ വർഷപാതത്തിൽ തന്നെ. കൂടെ ചില മിത്തുകളും. ഇടവപ്പാതിയും ഞാറ്റുവേലയും തുടങ്ങി ആടി 16ഉം കലിയനും കലിച്ചിയുമൊക്കെ അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഈ കലിയന്റെ ഒരു പ്രാധാന്യം, ഈ കലിയൻ എന്ന മിത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മഴയുത്സവം സംഘടിപ്പിക്കുന്നത്. കലിയനെയും കലിച്ചിയെയും സമൃദ്ധിയുടെ ദേവതയായാണ് സങ്കല്പിക്കുന്നത്. അവരെ സന്തോഷിപ്പിച്ചാൽ വിളവർധനവുണ്ടാകും. മറിച്ചാണെങ്കിൽ വറുതിയുടെ കർക്കിടകവും. മണ്ണും മനുഷ്യനും പ്രകൃതിയുമെല്ലാം ഒത്തുചേർന്നു മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന ഓർമ്മപ്പെടുത്തൽ. കെട്ടിയാടിയ തെയ്യക്കോലവും ആളിക്കത്തിയ ചൂട്ടുകളും ചക്കപ്പുഴുക്കും പപ്പടവും തേങ്ങാപ്പൂളും പുതുതലമുറയ്ക്ക് ചിലതെല്ലാം പകർന്നു നൽകിയിട്ടുണ്ടാവണം. പ്രകൃതിയുടെ നിറച്ചാർത്തുകളും നമ്മുടെ സംസ്കൃതിയും ചേർന്നൊഴുകുന്ന നാളുകൾ അവർ സ്വപ്നം കാണട്ടെ. കെ അനൂപ്ദാസ്, ന്യൂസ് 18 കോഴിക്കോട്. ജനമൈത്രി പോലീസിന് പിന്നാലെ അടിമാലിയിൽ ജനമൈത്രി എക്സൈസ് ഓഫീസും ആരംഭിക്കുന്നു. എന്നാൽ ഓഫീസിനായി കണ്ടെത്തിയ കെട്ടിടം പഴക്കം ചെന്ന ഏതു സമയവും നിലംപൊത്താറായെന്ന് ബന്ധപ്പെട്ടവർ ആരോപിക്കുന്നു. ജനമൈത്രി പോലീസിനു പിന്നാലെയാണ് അടിമാലിയിൽ ജനമൈത്രി എക്സൈസ് ഓഫീസും ആരംഭിക്കുന്നത്. അടിമാലി എക്സൈസ് യൂണിറ്റ് ഓഫീസിനായി കെട്ടിടവും കണ്ടെത്തിയത് അടിമാലി പഞ്ചായത്ത് ഓഫീസ് മുൻപ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം. നേരത്തെ BSNL ഓഫീസും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴാറായതാണ് കെട്ടിടം. കമ്പികൾ തുരുമ്പിച്ചും കോൺക്രീറ്റ് അടർന്നു വീണും തറയും ഭിത്തിയും വിണ്ടുകീറിയും ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതി. വർഷങ്ങളായി അടിമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന നർക്കോട്ടിക് സ്ക്വാഡിന്റെ ഓഫീസ് കെട്ടിടത്തിന്റെയും സ്ഥിതി ഇതുതന്നെ. അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഓഫീസ് കെട്ടിടം ജനമൈത്രി എക്സൈസ് യൂണിറ്റിന് നൽകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ. ന്യൂസ് 18 ഇടുക്കി. തുഞ്ചത്ത് ജ്വല്ലേഴ്സ് നിക്ഷേപ പദ്ധതി തട്ടിപ്പ് ഒരു വർഷം പിന്നിട്ടിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം. 200ഓളം ഏജന്റുമാരും 1 ലക്ഷത്തോളം നിക്ഷേപകരുമാണ് തുഞ്ചത്ത് ജ്വല്ലേഴ്സ് തട്ടിപ്പിനായത്. സ്ഥാപന ഉടമ M ജയചന്ദ്രനെതിരെ 8000ഓളം പേരാണ് തിരൂർ പോലീസിന് രേഖാമൂലം പരാതി നൽകിയത്. 2012 ആരംഭിച്ച തുഞ്ചത്ത് ജ്വല്ലേഴ്സിന്റെ ഉടമ M ജയചന്ദ്രനാണ് വിവിധതരം സ്കീമുകളുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയും സ്വർണവും വസ്തുവിന്റെ ആധാരവുമെല്ലാം കൈക്കലാക്കിയത്. 55 കോടി രൂപയും 4750 പവൻ സ്വർണവും വിവിധ സ്കീമുകളുടെ പേരിൽ സ്ഥാപനത്തിന് നിക്ഷേപമായി ലഭിച്ചു.
1 വർഷം മുതൽ 4.5 വർഷം വരെയുള്ള കാലാവധിയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, ഷെയർ, പണയ ഗോൾഡ്, ലോക്കർ ഗോൾഡ് തുടങ്ങിയ പദ്ധതികൾ ഏജന്റുമാരെ നിയമിച്ചാണ് നടപ്പാക്കിയത്. തിരൂർ, കണ്ണൂർ, എടപ്പാൾ എന്നീ 3 ബ്രാഞ്ചുകളിലായി 200ഓളം ഏജന്റുമാർ 1 ലക്ഷത്തോളം നിക്ഷേപകരെ കണ്ടെത്തി. സ്വർണമായും പൈസയായും ചെറുതും വലുതുമായ തുകകൾ നിക്ഷേപിച്ചവർക്ക് 1 വർഷത്തിലധികമായി തുകയുമില്ല, പലിശയുമില്ല. നിക്ഷേപകർ ഏജന്റുമാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ. ഏജന്റുമാരിൽ പലരും ഉണ്ടായിരുന്ന ജോലി വരെ രാജിവെച്ചിട്ടാണ് ലക്ഷക്കണക്കിന് രൂപയും ബ്ലാങ്ക് മുദ്രപത്രവുമെല്ലാം നൽകി സ്ഥാപനത്തിന്റെ ഭാഗമായത്. ജനങ്ങൾ വീട്ടിൽ വന്നിട്ട് ദിവസം കുട്ടികൾ വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ ജീവിക്കണം, കാരണം പറ്റണില്ല, പിടിച്ചു നിൽക്കാവുന്ന. 1 വർഷം കഴിഞ്ഞു. ഇതിൽ വരുന്നതിന് മുന്നേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡുകൾ വരെ എടുത്തു കഴിഞ്ഞു. ഈ ജയൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ 62 കോടി ആസ്തി തുഞ്ചത്ത് ജ്വല്ലറിക്ക് ഉണ്ടായിരുന്നു. ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീതിപീഠത്തിനെ സമീപിക്കുന്നത്. അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് കിട്ടുന്നത് നേരെ തിരിച്ചുള്ള പ്രതികരണം. ഞങ്ങൾ പിന്നെ ആരെയാണ് പോയി സമീപിക്കുക? നിക്ഷേപകരും ഏജന്റുമാരും ഉൾപ്പെടെ 8000ഓളം പേർ 1 വർഷം മുൻപ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ സ്ഥാപന ഉടമയ്ക്കെതിരെ പരാതി നൽകി. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇടനിലക്കാർ മുഖേന നിക്ഷേപത്തുക തിരികെ നൽകാമെന്ന് സ്ഥാപന ഉടമ ഉറപ്പ് നൽകിയെങ്കിലും 1 ലക്ഷത്തോളം രൂപ മാത്രമാണ് ഇതിനകം തിരികെ നൽകിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തി മുങ്ങിയ ജയചന്ദ്രനെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ലെന്ന് പരാതിയുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ളയുടെ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളടക്കം 800ഓളം പേരെ ചടങ്ങിൽ അനുമോദിച്ചു. പാറയ്ക്കൽ അബ്ദുള്ളയുടെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. SSLCക്കും +2വിനും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും LSS, USS സ്കോളർഷിപ്പ് നേടിയവർക്കും ക്യാഷ് അവാർഡും ഫലകവും നൽകി. മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനം തുടർ പഠനങ്ങൾക്കുള്ള പ്രചോദനമാകട്ടെയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ശാശ്വതമായ ഒരു നേട്ടം ഒരു വ്യക്തിക്കാണെങ്കിലും, ഒരു കുടുംബത്തിലാണെങ്കിലും, ഒരു നാടിനാണെങ്കിലും, ഒരു സമുദായത്തിലാണെങ്കിലും അത് വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള നേട്ടമാണ് ശാശ്വതമായിട്ടുള്ള ഒരു വിജയം നമുക്ക് കൈവരിക്കുന്നത്. അതുകൊണ്ട് കേരളം വളരെ മുന്നിൽ തന്നെയാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത സംസ്ഥാനം കേരളം. അനാരോഗ്യം കാരണം പാറയ്ക്കൽ അബ്ദുള്ള ചടങ്ങിൽ പങ്കെടുത്തില്ല. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് ചെറുവത്തൂർ ഓലാട്ട് കോളനി സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ദശവാർഷികവും സെമിനാർ ഹാൾ ഉദ്ഘാടനവും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ലൈബ്രറി കം റീഡിംഗ് റൂം CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ തുറന്നുകൊടുത്തു. M രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ സഹായത്തോടെയാണ് സെമിനാർ ഹാൾ പണിതത്.